ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഇഡ്ഡലിയാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നതാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ, ആദ്യം വേണ്ടത്, ഞാൻ ഈ കപ്പാണ് അളവ് കപ്പായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിന് 3 കപ്പ് റവ വേണം. 3 കപ്പ് റവ. ഈ 3 കപ്പ് റവയ്ക്ക് ഇതേ കപ്പിൽ തന്നെ ഞാൻ അളന്ന 1 കപ്പ് തൈര്, നല്ല പുളിയുള്ള തൈരാണിത്. ഈ തൈര് ഇതിലേക്ക് ഒഴിക്കണം. ഈ കപ്പിന് 3 കപ്പ് റവയും 1 കപ്പ് തൈരുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി കുറഞ്ഞ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിവിടെ ഇരിക്കട്ടെ. ഇതിൻ്റെ കൂടെ നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് മാറ്റി വെക്കുകയാണ്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള മറ്റു 3 സാധനങ്ങളാണ് തൈര്. ഇത് 3 ഉരുളക്കിഴങ്ങ്, മീഡിയം ഉരുളക്കിഴങ്ങ്, പച്ച ഉരുളക്കിഴങ്ങാണ്, വേവിച്ചതല്ല. പച്ച ഉരുളക്കിഴങ്ങ് തോല് കളഞ്ഞ് വെച്ചതാണ്. 2 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചിയും. ഇനി നമുക്ക് ഇത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചിട്ട് ഇത് മിക്സിയിൽ നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിടുന്നു. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇഡ്ഡലിക്ക് നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ നല്ല പുളിയുള്ള തൈര് തന്നെ എടുക്കണം. ഇനിയിപ്പോൾ ഞാൻ ഈ എടുത്ത സ്ഥലത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1.25 കപ്പ് വരെ വേണമെങ്കിലും തൈര് ഒഴിക്കാൻ, കുഴപ്പമൊന്നുമില്ല. ഈ തൈര് നല്ല പുളിയുള്ള തൈരുകൊണ്ടാണ്, അതുകൊണ്ടാണ് ഞാനത് 1 കപ്പിൽ നിർത്തിയത്. ഇനിയിപ്പോൾ ഈ മിക്സ് നമ്മൾ ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ വെക്കണം. ഇതൊന്ന് കുതിർന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഇന്ന് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ റവയും തൈരും ഉരുളക്കിഴങ്ങ് അരച്ചതും കൂടിയുള്ള മിക്സ് ചെയ്ത് വെച്ചിട്ട് 10 മിനിറ്റ് ആയി കഴിഞ്ഞു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കാനുള്ളത് ഇത് ക്യാരറ്റാണ്. ഇത് ഒരു മീഡിയം സൈസ് ക്യാരറ്റാണ്, എരിഞ്ഞതാണ്. അത് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നു. ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി, അതും നല്ല ചെറുതായി എരിഞ്ഞ് അതും ഇതിലേക്ക് ഇടുകയാണ്. കുറച്ച് മല്ലിയില, ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടുന്നു. ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ലൂസാക്കിയാൽ മതി. ഒരുപാട് നമ്മൾ സാധാരണ ഇഡ്ഡലി മാവ് പോലെ ആവേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതാണ് മാവിൻ്റെ കൺസിസ്റ്റൻസി. ഇതിൽ കൂടുതൽ വെള്ളം പാടില്ല. ഇത്ര വെള്ളത്തിൽ നിർത്തുക. കണ്ടില്ലേ? ഇനി നമ്മൾ ഒരു സാധനം കൂടി ഇതിനകത്തേക്ക് ചേർക്കാനുണ്ട്. ഇഡ്ഡലിയുടെ മിക്സിലേക്ക് ഒഴിക്കാനുള്ള ഒരു സാധനം നമ്മൾ തയ്യാറാക്കുകയാണ്. ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലൊരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നു. ഈ എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. അങ്ങനെ എണ്ണ ചൂടായി കഴിഞ്ഞു. ചൂടായതിലേക്ക് നമ്മളൊരു 1.5 ടീസ്പൂൺ കടുകിട്ടു. കടുക് ഏകദേശം പൊട്ടി കഴിഞ്ഞു. അതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർക്കുകയാണ്. ഇനി ആ ഉഴുന്ന് പരിപ്പൊന്ന് ചുവന്ന് വരണം. ഉഴുന്ന് പരിപ്പിന് നിറം മാറി വരുന്നത്. കുറച്ച് കറിവേപ്പിലയാണ്, ഒരു 5-6 കറിവേപ്പില പൊടിയായി അരിഞ്ഞ് അതും അതിലേക്ക് ചേർത്തു. ഇനി ഈ മിക്സ് നമ്മൾ മാവിലേക്ക് ഒഴിക്കുന്നു. അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊരു 10 മിനിറ്റും കൂടി ഇരിക്കണം. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ വീണ്ടും കട്ടിയാകുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ലൂസാക്കിയിട്ട് നമുക്ക് അടുപ്പിൽ വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ മാവൊന്ന് നോക്കാം. ഇഞ്ചിയുടെ പച്ചമുളകിൻ്റെയും തൈരിൻ്റെയും ഒക്കെ മണമൊക്കെ കൊണ്ട് നല്ലൊരു സൂപ്പർ മണമാണ് വരുന്നത്. ഒരു ലേശം കൂടി നമുക്കൊന്ന് വെള്ളം ഒഴിക്കാം. ഒരു 1 ടേബിൾ സ്പൂൺ വെള്ളം നോക്കട്ടെ. ഇത് പാകമാണെങ്കിൽ പിന്നെ ഒഴിക്കണ്ട. 1.5 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് വയ്ക്കാം. ഇത് നമ്മുടെ ഇഡ്ഡലി തട്ടാണ്. ഇഡ്ഡലി തട്ടിൽ ഞാൻ നല്ലെണ്ണ തടവിയാണ് വെച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണയാണെങ്കിലും നമ്മൾ തടവി വെച്ചാലും ചിലപ്പോൾ സമയത്ത് ഒട്ടാറുണ്ട്. ഇത് നല്ലെണ്ണയാകുമ്പോൾ നമുക്ക് ഒട്ടാതെ വേഗം അതിനകത്ത് നിന്ന് ഇളകി കിട്ടും. ഇനി നമുക്ക് മാവ് കുറേശ്ശെ ഇതിലേക്ക് ഒഴിക്കാം. അങ്ങനെ 15 മിനിറ്റ് ആയി കഴിഞ്ഞു. നമുക്ക് നമ്മുടെ ഇഡ്ഡലി റെഡിയായോ എന്ന് നോക്കാം. നമ്മുടെ ഇഡ്ഡലി റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ റവ ഇഡ്ഡലി തയ്യാറായി കഴിഞ്ഞു. വളരെ പോഷക സമ്പുഷ്ടമാണ്.
പച്ചക്കറികളൊക്കെ നന്നായി ചേർത്തിട്ടുണ്ട്. ഇതാ നോക്കിക്കേ, നല്ല സ്മൂത്താണ് ഇഡ്ഡലി, കണ്ടില്ലേ? നല്ല സ്മൂത്തായ ഇഡ്ഡലിയാണ്. ഈ ഇഡ്ഡലിക്ക് കൂട്ടാനായിട്ട് ഞാൻ ഉള്ളി സാമ്പാറാണ് വെച്ചിരിക്കുന്നത്. ഉള്ളി സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്തിട്ടുണ്ട്, എല്ലാവരും കാണുക. പോഷക സമ്പുഷ്ടമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കുക, കൊച്ചുകുട്ടികൾക്ക് കൊടുക്കാൻ വളരെ നല്ലതാണ്. പിന്നെ ഷുഗർ പേഷ്യൻസിനൊക്കെ ഫുള്ള് റവ ആയതുകൊണ്ട് ഷുഗർ പേഷ്യൻസിനൊക്കെ വളരെ നല്ലതാണ് ഇഡ്ഡലി. എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഞങ്ങളെ എഴുതി അറിയിക്കുക. നമ്മുടെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. യു ക്യാൻ ഡു. താങ്ക് യു.